ഞങ്ങളുടെ കളവൻ ടീം തിരുവാതിരക്കുള്ള 3ാം വാർഷികത്തിൻ്റെ കേക്കാണത് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് സെൽഫി എടുക്കുന്നുണ്ട് ഒരുമിച്ച്. എന്നിട്ട് മുരളിയേട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ എടുത്തമ്മടെ പാടാണ് കേട്ടോ അവിടെ തൊട്ടടുത്ത് തന്നെ. അപ്പോൾ പാടും കുളവും തോടൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളവിടെ വെച്ചിട്ട് ആ പാടത്ത് നിന്നിട്ട് തന്നെ ഫോട്ടോ എടുക്കലും തോടിൻ്റെ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കലും ഒക്കെ ആകെ ഫോട്ടോ മയങ്ങളുണ്ടായിരുന്നു. പിന്നെ കളിക്കാൻ അപ്പം തന്നെ സ്റ്റെപ്പ് നോക്കിയിട്ട് ഞങ്ങൾ റീൽസുകളും ഒക്കെ കൂടിയിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ എല്ലാവർക്കും കുട്ടികളുടെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഡാൻസൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവരൊക്കെ തിരക്ക് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ധ്യാനുവിനാണിച്ചത് കഴിഞ്ഞിട്ട് വേണം അപ്പം തന്നെ അവന് കരാട്ടെ ക്ലാസ്സിനും പോകണം. അപ്പോൾ ശനി ഞായർ എന്നായാലും കുട്ടികൾക്ക് ഒഴിവില്ല. ട്യൂഷനായാലും ക്ലാസ്സുകളുള്ള കാരണം കൊണ്ട് കുട്ടികളുടെ സൗകര്യം നോക്കണ്ടേ. അപ്പോൾ അങ്ങനെ നല്ല പറമ്പ്, നല്ല പാടം, നല്ല സീനറികളൊക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. എന്ത് രസമാണ് ഈ വർഷക്കാലത്ത്. പക്ഷേ മഴയുടെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ ലച്ചു അമ്മയൊക്കെ ധ്യാനുവിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നുണ്ട്. മീനെ നോക്കിക്കുക തോട്ടിൽ. വെള്ളമൊന്നും ഇല്ല, ഒരു കുറേശ്ശെ വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട് എന്നുള്ളൂ. മഴ കുറവാവ് കാരണം വെള്ളമൊന്നും ഇല്ല തോട്ടിൽ. പക്ഷെ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല സീനറികളാണ് കേട്ടോ. പിന്നെ മഴ വരും പേടിച്ചിട്ടാണ്. എന്നാലും എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ട്. പക്ഷെ മുഴുവൻ ആൾക്കാരും വന്നിട്ടില്ല കേട്ടോ. എല്ലാ ആൾക്കാരെയും വെച്ചിട്ട് ഞങ്ങൾ വാർഷിക ആഘോഷിക്കും. ഒരു കേക്ക് മുറിക്കലാണ്, വേറെ പ്രധാനപ്പെട്ടതൊന്നും ഇല്ല. രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെയാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായത്. ഇപ്രാവശ്യം അത്രയ്ക്കും ഇതൊന്നും ഇല്ല. പിന്നെ എന്നാലും ഞങ്ങൾ എല്ലാവരും കൂടി കൂടുന്നൊരു നേരം അത്രേ ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ. എല്ലാവരും കൂടി ആകുമ്പോൾ വർത്തമാനം പറയലും പാട്ടും ഡാൻസൊക്കെ ആയിട്ട് 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ കൂടാലോ വിചാരിച്ചിട്ട് ഇതായതാണ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമാവും ചെയ്തു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ പാടത്ത് ഒരു വരമ്പിൻ്റെ അടുത്ത് പോയിട്ട് ഞങ്ങൾ റീൽസും ചെയ്യാമെന്ന് വിചാരിച്ചു. അതും ചെയ്തിട്ട് ഇതിൻ്റെ ഇടയിൽ എല്ലാവരും കൂടി ഫോട്ടോ എടുക്കലും ഒക്കെ നടന്നു ഇതിൻ്റെ ഇടയിൽ എന്ന് പറയാം. ഒരു കേക്ക് മുറിക്കലാണ് പ്രധാന വിഷയം ഉണ്ടായിട്ടുള്ളത്, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പക്ഷേ എല്ലാവരും കൂടി കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. തമ്മിൽ എല്ലാവർക്കും കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ കളിയില്ല, മഴയൊക്കെ ആയത് കാരണം കൊണ്ട് ഇനി ഓണത്തിനേ ഉള്ളൂ. അപ്പോൾ പിന്നെ എന്നാലും ഞങ്ങൾ റീൽസൊക്കെ എടുക്കാൻ തയ്യാറായിട്ടാണ്. അപ്പോഴേ പഠിച്ചിട്ട് വെറുതെ ഒരു സ്റ്റെപ്പ് കളിച്ചു എന്ന് മാത്രം, അല്ലാണ്ട് കൂടുതലായിട്ടൊന്നും ഇല്ല. എന്നാലും ഞങ്ങൾ എല്ലാവരും കൂടിയായ ഒന്ന് പറഞ്ഞു കൊടുത്താൽ ഞങ്ങൾ കളിക്കുക എന്തായാലും. ഞങ്ങൾ മോശക്കാരൊന്നല്ല എന്തായാലും. അപ്പോൾ ധ്യാനു അപ്പോഴേക്കും പോയി കേട്ടോ. ധ്യാനുവിന് കരാട്ടെ ഉണ്ട്, ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ധ്യാനു പോയി. പിന്നെ വൃന്ദ വന്നിട്ടില്ല, അവളെ ഏട്ടൻ കൊണ്ടുവന്നാക്കിയിട്ട് വേണം. അപ്പോഴേക്കും പിള്ളേരെ വെച്ചിട്ട് കളിച്ചത് കേട്ടോ ഞങ്ങൾ വെറുതെ ഒരു ഇത്. അപ്പോൾ പാടത്താവ് കാരണം കൊണ്ട് ഈ മഴയും വരാൻ തുടങ്ങി. അപ്പോഴേക്കും നല്ല കാറ്റും മഴയും വന്നപ്പോൾ ഞങ്ങൾ ഓടി സരസ്വതി നമ്മുടെ വീട്ടിൽ കയറി ഇരിപ്പായി. എന്നിട്ട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇത്ര ദിവസം കാണാത്തതിൻ്റെയും പിന്നെ കളികളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട്, അല്ലെങ്കിൽ ദിവസം വൈകുന്നേരം ഞങ്ങൾ ഒത്തുകൂടുന്നതാണ്. കുറേ കാര്യങ്ങൾ പറയാനുണ്ടല്ലോ, അതൊക്കെ ഇരുന്ന് ചർച്ച ചെയ്യലും പിന്നെ ഇനി അടുത്ത വർഷത്തിലേക്ക് പരിപാടികളുടെയൊക്കെ കാര്യങ്ങൾ പറയലും. പിന്നെ ഇതിലത്തെ 2 ആളുണ്ടായിരുന്നു. ഒരാൾ വന്നിട്ടില്ല, അവൾ ഗർഭിണിയാണ്. ഇപ്പം ഇതിലത്തെ ഒരാളും കൂടി ഉണ്ട്, അതും പ്രഗ്നൻസിയിലാണ്. അപ്പോൾ ഇനി കുട്ടികളും ഞങ്ങളും വെച്ചിട്ടാണ് എന്തായാലും തുടർന്ന് കൊണ്ടുപോകണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ള ആൾക്കാരെയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ തിരുവാതിര കളിക്കാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ വർത്തമാനങ്ങളും കഥകളും പാട്ടുകളും ഒക്കെ ആയിട്ട് കുറേ നേരം ഞങ്ങൾ അങ്ങനെ സമയം ചിലവഴിച്ചു. അതൊക്കെയാണ് മെയിനായിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ വാർഷികത്തിന്. പിന്നെ കേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ മുരളിയേട്ടൻ്റെ വീട്ടിൽ ഫ്രിഡ്ജിലിട്ട്, അത് കുറച്ച് കഴിഞ്ഞാൽ മെൽട്ടാവും വിചാരിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിറക്കേണ്ടായിരുന്നു. ഇതാ എടുത്തുമ്പോൾ അത് എടുത്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് മുറിക്കാനുള്ളതിനാണ്. അപ്പോൾ ഞങ്ങളുടെ മൂത്ത ആളെന്നുള്ള നിലയ്ക്ക് കൃഷ്ണേച്ചിയോട് പറഞ്ഞു കേക്കൊക്കെ മുറിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കാനൊക്കെ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കേക്ക് മുറിക്കലും പാട്ട് പാടലും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല കേക്കായിരുന്നു. പിന്നെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ 3ാമത്തെ വാർഷികം കളഭത്തിന് എഴുതിയിട്ടുള്ളൊരു വലിയ കേക്കൊന്നുമല്ല, ചെറിയൊരു കേക്ക്. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഓരോ കഷ്ണം മുറിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു കേക്ക്. അത്രയൊക്കെയല്ലേ നമുക്ക് വേണ്ടുള്ളൂ. പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഘോഷങ്ങളൊക്കെ നടത്താൻ വിചാരിച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ മഴക്കാലം, പിന്നെ കുട്ടികൾക്ക് പരീക്ഷയും കുട്ടികളുടെ ഡാൻസ് പരിപാടിയും കരാട്ടെ പരിപാടിയും ഓരോ ദിവസവും ഓരോ തിരക്കാണ്. പിന്നെ ഇപ്പോൾ അതിനായിട്ട് മെനക്കെടാർക്കും നേരമില്ല. അപ്പോൾ തൽക്കാലം ഇതിങ്ങനെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. പിന്നെ അടുത്ത കൊല്ലം ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ നന്നായിട്ട് ചെയ്യാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും വർത്താനം കളിയും പാട്ടും ഇതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് തോടിൻ്റെ അവിടെ പോയിരുന്ന് നിൽക്കലാണ് കേട്ടോ ബാക്കി. അവിടെ പോയിരുന്നിട്ട് നമ്മുടെ വിശേഷം മഴ കുറച്ച് കുറഞ്ഞപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ നിന്നത്. ഇത് ഉമ്മറത്ത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. സരസ്വതി നമ്മുടെ വീടിൻ്റെ ഉമ്മറത്ത് വെച്ചിട്ട് ഉള്ളിൽ വെച്ചിട്ട്
ഒരു റീൽസ്. പിന്നെ മഴയൊക്കെ മാറിയപ്പോൾ ഞങ്ങൾ പാടത്തേക്ക് ഇറങ്ങി അവിടെ വെച്ചിട്ട് പിന്നെ കൃഷ്ണേച്ചിയുടെ വക പാട്ട്. സന്ധ്യകൾ ചാലിച്ച് സിന്ദൂരം ഇന്നെനിക്ക് കണ്ണെഴുതാൻ വിണ്ണിലെ നക്ഷത്ര മഷിക്കൂട് ഇന്നെനിക്ക് പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച് സിന്ദൂരം ഇന്നെനിക്ക് കണ്ണെഴുതാൻ വിണ്ണിലെ നക്ഷത്ര മഷിക്കൂട്. അത് കഴിഞ്ഞിട്ട് ഗീതുവിൻ്റെ വക ഒരു പാട്ട്. അവൾക്ക് ചിരി വന്നിട്ട് വയ്യ. മീനും കൊണ്ടഞ്ചറുവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ, മീനും കൊണ്ടഞ്ചറുവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. അങ്ങനെ കരങ്ങുന്നേ വെള്ളത്തെ കച്ചവടം വെള്ളത്തിലായി. ഇനി അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ആ ഗ്രൂപ്പ് സോങ് ആണ് കേട്ടോ. ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. കൃഷ്ണേച്ചി മുഴുവനൊന്നും അറിയില്ല. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പാടിയിട്ട് സമയം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളുടെ വാർഷികം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ വാർഷികത്തിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബൈ.